നോർത്ത് അമേരിക്കയിൽ ഇത്തരമൊരു കൺവെൻഷൻ്റെ ആവശ്യകത എന്താണ്? കൺവെൻഷൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം വളരെ പ്രത്യേകതയാണ്. കാരണം അമേരിക്കയിലെ സീറോ മത വിശ്വാസികൾ വരുന്നത് അമേരിക്ക തന്നെ 50 സ്റ്റേറ്റുകളായിട്ട് കിടക്കുന്നു. കാനഡ വേറൊരു ഭാഗത്തായിട്ട് കിടക്കുന്നു. 2 രാജ്യങ്ങളിലെ വിദൂരങ്ങൾ കഴിയുന്ന ആളുകളാണ് ഈ സീറോ മത വിശ്വാസികൾ. അവരെ ഇങ്ങനെ കൺവെൻഷൻ്റെ പേരിലെങ്കിലും കുറേയെങ്കിലും ആൾക്കാർ ഒന്നിച്ച് കൂട്ടാൻ വരികയുള്ളൂ. അങ്ങനെ ഒന്നിച്ച് വരുന്ന വഴിയായിട്ട് അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് അല്ലെങ്കിൽ ആഭിമുഖ്യങ്ങൾ വളർത്തിക്കുന്നതിന് ഇടയാകുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ തമ്മിൽ പരിചയപ്പെടുന്ന ഇടയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇടവകളും നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം കൂടുതൽ അടുത്ത് അനുഭവിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കുട്ടികളുടെ വിവരങ്ങളായ കലാപരമായ കഴിവുകൾ പ്രകടമാക്കാനുള്ള വേദികൾ, സാംസ്കാരിക വേദികൾ, സ്റ്റേജസ് അവർക്കായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വളരെ പ്രാധാന്യം ഒരുക്കുന്നതാണ്. ഒന്നായത് നമ്മൾ ഒരു സമൂഹമാണ്, ഒരു സഭയാണ്, ഒരു ജനതയാണ്, ദൈവത്തിൻ്റെ സഭ പ്രത്യേകമായ സഭയാണെന്നുള്ള രീതിയിൽ ബോധ്യത്തിലേക്ക് വരുത്തുവാനും ഒരേ ആരാധനക്രമം, ഒരേ വിശ്വാസം, ഒരേ വൈതൃകം, മാർത്തോമ സ്ലീഹായിൽ നിന്ന് കിട്ടിയുള്ള ആ വിശ്വാസ വൈതൃകത്തിൻ്റെ ഇന്നത്തെ ഇവിടുത്തെ അമേരിക്കയിലെ അത് തുടരാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന രീതിയിൽ അവർക്കൊരു ഒന്നാകെയുള്ള ഉൾക്കാഴ്ചയിലേക്ക് ദൈവജനത്തെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഈ കുടിവരവ് അല്ലെങ്കിൽ സമ്മേളനം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ആവശ്യകത അത് സംബന്ധിക്കുകയാണെങ്കിൽ കൂടുതൽ ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും അതാണ് കൂടുതൽ ആളുകളിലേക്ക് വരാനായിട്ട് സാഹചര്യം ഒരുക്കുന്നത്. പിതാവേ, ഈ ഒരു കൺവെൻഷൻ്റെ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്? അട്രാക്ഷൻ എന്ന് പറയാൻ പലതുകളുണ്ട്. ഒന്ന്, ഇത് അറ്റ്ലാന്റയിൽ വെച്ച് നടക്കുന്ന ഏതാണ്ട് അമേരിക്കയുടെ മധ്യപ്രദേശത്ത് നടക്കുന്ന ഒരു മഹാസഭയാണ്. അതുകൊണ്ട് യാത്രാ സൗകര്യം എല്ലാവർക്കും വന്ന് ചേരാനുള്ള പ്രത്യേക സാഹചര്യങ്ങളും അനുകൂലമായ സാഹചര്യമാണുള്ളത്. രണ്ടാമതായിട്ട് ഇത് ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷം, അത് 5 വർഷങ്ങൾക്ക് ശേഷം കൂടുന്ന കൺവെൻഷൻ ആയതുകൊണ്ട് അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആളുകൾ അതിനുവേണ്ടി താല്പര്യപ്പെടുകയും അതിനുള്ള ആവശ്യങ്ങൾ പ്രത്യേകം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വളരെ പ്രത്യേകതയായിട്ടുള്ളത്, ഇത് യുവജനങ്ങൾക്കും മുതിർന്നവർക്കും വ്യത്യസ്തമായ വേദികൾ ഒരേ സമയത്ത് പരിപാടികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒന്നിച്ച് ഭക്ഷിച്ച്, ഒന്നിച്ച് പ്രാർത്ഥിച്ച്, ഒന്നിച്ച് കലാപരിപാടികൾ ആസ്വദിച്ച് കഴിയാനുള്ള 4 ദിവസങ്ങളായിട്ടാണ് ഇതിന് വിഭാവനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഇൻ്ററാക്ഷൻസ്, ആളുകൾ തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ളവർ, അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ളവർ ഒന്നിച്ച് കൂടുമ്പോൾ അവർക്ക് ദേശീയമായ കൂട്ടായ്മ വരുത്തുവാനും സഭാപരമായ കൂട്ടായ്മ വരുത്തുവാനും ഒക്കെ ഉള്ള വേദികളാണ്. പിന്നെ വ്യത്യസ്തങ്ങളായ തുറകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള സെമിനാറുകൾ, നഴ്സുമാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ബിസിനസ്മാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ആ സംവിധാനങ്ങൾ, അതൊക്കെ ഈ രീതിയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നു, പ്രത്യേകത അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ വിശ്വാസികളെ സമ്മേളനത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. സീറോ മലബാർ നാഷണൽ കൺവെൻഷൻ്റെ ചെയർമാനായ ശ്രീ എബ്രഹാം അഗസ്റ്റിനാണ് കൂടെയുള്ളത്. ശ്രീ എബ്രഹാം അഗസ്റ്റിൻ, സ്വാഗതം. ആദ്യമായി ഒന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ സീറോ മലബാർ നാഷണൽ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചുരുങ്ങിയ ഒരിടവേളയ്ക്ക് ശേഷം സീറോ മലബാർ രൂപതയുടെ 6ാമത് ദേശീയ കൺവെൻഷൻ അറ്റ്ലാന്റയിൽ നടക്കുകയാണ്. വടക്കേ അമേരിക്കയിലും കാനഡയിലുമായി ചിതറിക്കിടക്കുന്ന 10,000-കണക്കായ സീറോ മലബാർ വിശ്വാസികളെ ഒരു വേദിയിൽ ഒന്നിപ്പിക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൺവെൻഷൻ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ ഉദ്ദേശത്തോടു കൂടി യുവജനങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി പ്രത്യേകമായ പ്രോഗ്രാമുകൾ ഈ കൺവെൻഷനിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് അമിതമായ സാമ്പത്തിക ബാധ്യതയില്ലാതെ വന്ന് സംബന്ധിക്കാവുന്ന രീതിയിൽ ആകർഷകങ്ങളായ പ്രൊമോഷണൽ പാക്കേജുകൾ ഈ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകതയാണ്. കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? ആരൊക്കെയാണ് പ്രധാന വിശിഷ്ടാതിഥികൾ? കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്നും മറ്റ് നിരവധി മേധാധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ്. യുവജനങ്ങൾക്ക് വേണ്ടി മാറ്റ്മാർ എന്ന പ്രസിദ്ധ മ്യൂസീഷ്യൻ്റെ ഒരു കൺസേർട്ട് നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും മറ്റ് വ്യക്തികളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്.
കലാപരിപാടികൾ ഓരോ ഇടവകകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള കലാപരിപാടികൾ നമ്മൾ പദ്ധതി തയ്യാറാക്കി വരുന്നുണ്ട്. യുവജനങ്ങൾക്കും അമേരിക്കൻ മണ്ണിലെ ഇളം തലമുറയിലെ യുവജനങ്ങൾ പങ്കെടുക്കുന്ന കലാപരിപാടികൾക്ക് നമ്മൾ മുൻതൂക്കം നൽകുകയാണ്. അങ്ങനെ ഈ കൺവെൻഷൻ എന്തുകൊണ്ടും സാംസ്കാരികവും അതുപോലെ തന്നെ റിലീജിയസുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപോലെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അറ്റ്ലാന്റ കൊക്കക്കോളയുടെയും CNN-ൻ്റെയും നാടാണെന്നല്ല പൊതുവെ സംസാരം. അറ്റ്ലാന്റയിലെ മറ്റ് അട്രാക്ഷൻസ് എന്തൊക്കെയാണ്? ഈ കൺവെൻഷനെ സംബന്ധിക്കുന്നവർക്ക് ഇവയൊക്കെ കാണാനുള്ള അവസരം ഉണ്ടോ? തീർച്ചയായും. ഒളിമ്പിക്സിൻ്റെ നാടായ അറ്റ്ലാന്റയിൽ CNN കൊക്കക്കോള എന്നതിനേക്കാൾ ഉപരി മറ്റ് നിരവധി പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. കൺവെൻഷനോടനുബന്ധിച്ച് നമ്മളൊരു ടൂർ പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ആളുകളെ സിറ്റിയിലുള്ള ഒളിമ്പിക് പാർക്ക് അതുപോലുള്ള നിരവധി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും സ്റ്റോൺ മൗണ്ടൻ ഉൾപ്പെടെ സെയിൻറ്റ് അൽഫോൻസ ദേവാലയം ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരുവാനുള്ള ഒരു ടൂർ പാക്കേജ് ഈ കൺവെൻഷനോടനുബന്ധിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായും അറ്റ്ലാന്റ നഗരം കാണുന്നതിനും ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരവസരമായി ഇതിനെ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കൺവെൻഷൻ സെൻറ്റർ ആണല്ലോ നമ്മുടെ സീറോ മലബാർ നാഷണൽ കൺവെൻഷൻ നടക്കുന്നത്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ കൺവെൻഷൻ സെൻറ്ററിനോട് അനുബന്ധിച്ചുള്ളത്? അതിൻ്റെ സൗകര്യങ്ങളെപ്പറ്റി ചുരുക്കത്തിലൊന്ന് സംസാരിക്കാമോ? ലോകോത്തര നിലവാരമുള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണ് ജോർജിയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. അറ്റ്ലാന്റ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് തൊട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഫെസിലിറ്റി ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി വന്നെത്താവുന്ന ഒരു സ്ഥലമാണ്. ഈ കൺവെൻഷൻ സെൻറ്ററിൽ 12,000-ൽ പരം ആളുകളെ ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യുവാനുള്ള വിപുലമായ സജ്ജീകരണങ്ങളുണ്ട്. വിവിധ വേദികളിലായി നമ്മളുടെ പ്രോഗ്രാമുകൾ ഈ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുകയാണ്. ഈ കൺവെൻഷൻ സെൻറ്ററിനോട് തൊട്ട് തന്നെ 2 മനോഹരമായ ഹോട്ടലുകൾ 2010-ൽ നിർമ്മിച്ച പുതിയ ആഡംബര ഹോട്ടലുകളാണ്. അവിടെയാണ് താമസ സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹോട്ടൽ മാരിയറ്റ്, സ്പ്രിംഗ്ഫീൽഡ് എന്നീ ഹോട്ടലുകളായിട്ടാണ് താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കൺവെൻഷൻ സെൻറ്റർ എല്ലാ വിധത്തിലും ആളുകൾക്ക് വന്നെത്താവുന്ന ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഈ കൺവെൻഷൻ സെൻറ്ററിലുണ്ട്. Hey, Jesslyn. Hey, Charlotte, how are ya? I'm good. How are you going to NYC? What's NYC? Oh, okay. Is it New York City? No. So NYC is first ever National Sierra Malabar Youth Conference. It's going to be held in Atlanta this year. Ooh, what dates? It's from July 26th to 29th at the Georgia International Convention Center. Oh, that's kind of cool. What age ranges are they looking at catering to? So they're catering to high school to young adults. Young adults meaning age 35 for English-speaking young adults. So it's going to be a lot of programs tailored towards the youth. It's going to be music. It's going to be fun. Lots of good seminars and a great chance to meet youth from across the diocese. That sounds like a great activity. I really want to be part of that. How can I register? Well, you can either register online at the website. Young men on the side of the road, lost and beat up with nowhere to go. Feels like a hangover from days ago. He does what he can to survive, singing my way to dead end job. 90 hour week just to keep what she's got. But the bills add up and now she's stopped. She does what she can to survive. Let me say that love will take away the pain. Don't be afraid. സീറോ മലബാർ വിശ്വാസികളോടുള്ള ഒരു മെസ്സേജ് എന്താണ്? സീറോ മലബാർ വിശ്വാസികൾ ഇരുവലി അംഗങ്ങൾ കഴിയുന്നിടത്തോളം ഒന്നിച്ചു കൂടുന്ന ഒരു വേദി എന്നുള്ള രീതിയിൽ കൂട്ടായ്മയുടെ വലിയൊരു സന്ദേശമാണ് എനിക്ക് നൽകാറുള്ളത്. കാരണം കർത്താവിൻ്റെ പ്ലാനോട് സഹകരിക്കുന്ന ഒരു അനുഭവമാണ് ആ ദൈവജനം ഒന്നിച്ചു വരിക എന്നുള്ളത്. ആ ഒന്നിച്ചു വരുന്ന ദൈവജനം ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമാണ്. ആരാധനയ്ക്കാണ് വളരെ ശ്രദ്ധേയമായ പ്രാധാന്യം അവിടെ നൽകുന്നത്.
അതുപോലെ തന്നെ ദൈവജനം എന്ന രീതി ഒന്നിച്ചു കൂടുമ്പോൾ ദൈവവചനത്തിനുള്ള പ്രത്യേക പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വചനപ്രഘോഷം അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. മൂന്നാമതായിട്ടുള്ളത് നാം ഒരു ജനതയാണ്. അത് നമ്മുടെ പ്രത്യേകത അല്ലെങ്കിൽ പൈതൃകം എന്ന് പറയുന്നത് സീറോ മലബാർ ഹെറിറ്റേജ് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രകടമാക്കാനും ആഘോഷിക്കാനുള്ള ഒരു വേദിയാണ്. അത് അടുത്ത തലമുറകൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാനും അവരിലേക്ക് അത് എങ്ങനെ പകർന്നു കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അതിനുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ വേദികൾ തേടാനുമുള്ള ഒരു അവസരമാണ്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന അവസരം, ഒന്നിച്ച് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് വചനം ശ്രമിക്കാനും ഒന്നിച്ച് ഉല്ലസിക്കാനും വിവിധ സാംസ്കാരിക കലാപരിപാടികൾ പങ്കുവയ്ക്കുവാനും ആസ്വദിക്കാനുള്ള ഒരു വേദി. അങ്ങനെ നാം ഒരു കുടുംബം എന്നുള്ള ഒരു വലിയ കുടുംബം എന്ന രീതിയിലുള്ള ആകർഷകമായ അനുഗ്രഹത്തിലേക്ക് ഈ കൂട്ടായ്മ, ഈ കൺവെൻഷൻ അതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും ലക്ഷ്യത്തിലും അത് സാധിക്കും എന്നുള്ള പ്രതീക്ഷയും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് എനിക്കുള്ളത്. ഇതിലെ കൺവെൻഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാനും എനിക്കതിയായ സന്തോഷമുണ്ട്. നോർത്ത് അമേരിക്കയിലെ സീറോ മലബാർ സഭയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന കൺവെൻഷനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.